മുതിർന്ന മുശാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിക്ക് സംസ്ഥ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. സംസ്ഥാന നേതാക്കൾക്കും സുപ്രഭാതം പത്രത്തിനുമെതിരെയുള്ള പ്രസ്താവനയിലാണ് നടപടി. സംസ്ഥയിൽ ചിലർ ഇടതുപക്ഷവുമായി അടുക്കാൻ ശ്രമിക്കുന്നുവെന്നും സംസ്ഥയിൽ നയം മാറ്റമുണ്ടായി എന്നുമായിരുന്നു ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയുടെ വിമർശനം. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സമീർ, സുപ്രഭാതം പത്രത്തിന്റെ ഗൾഫ് എഡിഷനുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ ആണ് ഇത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഈ പ്രതികരണവുമായി ബന്ധപ്പെട്ടല്ലേ ഇപ്പോൾ വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്? എത്ര സമയത്തിനുള്ളിൽ വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? പ്രവിത, ഇന്ന് രാവിലെയാണ് സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും ഒപ്പം തന്നെ മുതിർന്ന പണ്ഡിതനുമായിട്ടുള്ള ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയുടെ ഒരു പരാമർശം ഉണ്ടായിരുന്നത്. സമസ്തയിലെ ചിലർ ഇടതുപക്ഷവുമായി അടുക്കാൻ ശ്രമിക്കുന്നു, അതോടൊപ്പം തന്നെ സുപ്രഭാതത്തിൽ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാരണം സുപ്രഭാതത്തിന്റെ നയത്തിൽ വ്യത്യാസം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണെന്നുള്ളതായിരുന്നു ഈ നദ്വിയുടെ പരാമർശം. ഇതിനാണ് ഇപ്പോൾ സമസ്ത നേതൃത്വം വിശദീകരണം തേടിയിരിക്കുന്നത്. 48 മണിക്കൂറിനകം അകം വിശദീകരണം നൽകണം എന്നുള്ളതാണ് ഈ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു മുതിർന്ന കേന്ദ്ര മുഷാവറ അംഗത്തിനെതിരെയാണ് ഈ ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. സമസ്ത മുഷാവറ യോഗം പോലും ചേരാതെ തന്നെ ഇത്തരം ഒരു അടിയന്തര നടപടിയിൽ കടന്നതിലും ഒരു വിമർശനം സമസ്തകത്ത് ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. പ്രത്യേകിച്ച് സമസ്തയിലെ ഇരുപക്ഷവുമായി തിരിഞ്ഞാണ് നിലവിൽ ഭിന്നതയുള്ളത്. പ്രത്യേകിച്ച് സമസ്തയിൽ ഒരു വിഭാഗം ഇടതുപക്ഷവുമായി അടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇടതുപക്ഷത്തെ പിന്തുണക്കുന്നു. മറുവിഭാഗം ഈ മുസ്ലിം ലീഗുമായി അടുക്കണമെന്നും ഇടതുപക്ഷത്തെ എതിർക്കുന്നതിനെ ഇടതുപക്ഷമായി ചേരുന്നതിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു പക്ഷമുണ്ട്. ഈ പക്ഷത്തുള്ള നേതാക്കളിൽ ഒരാളാണ് നിലവിൽ ഈ ബഹാവുദ്ദീൻ നദ്വി എന്നുള്ള നേതാവ്. അത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സമസ്തയിലെ ഭിന്നത അത് രൂക്ഷമാവുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുക. പ്രവിത, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്.